ജീവിതത്തിലെ നേരും നർമ്മവും എന്നാണ് മുകേഷ് കഥകൾ എന്ന പുസ്തകത്തിന്റെ ടാഗ്ലൈൻ. 2 ലൈംഗിക പീഡന പരാതികൾ, ബലാത്സംഗം ചുമത്തി കേസ്, സ്ത്രീത്വത്തെ അപമാനിക്കലും ബലപ്രയോഗവും വകുപ്പുകൾ. ജീവിതത്തിലെ നേരെന്തെന്ന് തെളിയിക്കണം മിസ്റ്റർ മുകേഷ്. രാഷ്ട്രീയ ജീവിതം നർമ്മമല്ലെന്നും നേരുള്ളതാവണമെന്നും വോട്ട് ചെയ്തവർക്ക് മുന്നിലെങ്കിലും തെളിയിക്കണം മിസ്റ്റർ മുകേഷ്. അപ്പോഴും നയരൂപീകരണ സമിതിയിൽ നിന്ന് ഒഴിവാക്കുമോ എന്ന ചോദ്യത്തിന് വിചിത്ര ന്യായീകരണമാണ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാന് നൽകാനുണ്ടായിരുന്നത്. കേൾക്കാം. സിനിമാ നയം രൂപീകരിക്കുന്നത് ഗവൺമെൻറ്റാണ്, ക്യാബിനറ്റാണ്. അതിൻ്റെ ഒരു നക്കൽ തയ്യാറാക്കാനുള്ള ഒരു കമ്മിറ്റിയാണ്. അത് നയരൂപീകരണ കമ്മിറ്റി അല്ല. നിങ്ങൾ തെറ്റിദ്ധരിച്ചാണ് അത് എഴുതിക്കൊണ്ടിരിക്കുന്നത്. സിനിമാ നയം രൂപീകരിച്ച് അന്തിമമായി അതിന് അനുവാദം കൊടുക്കേണ്ടത് ക്യാബിനറ്റാണ്. ആ നക്കൽ തയ്യാറാക്കാനായിട്ട് 11 പേരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊരാൾ ശ്രീ മുകേഷാണ്. അത്രയുള്ള പ്രശ്നം. അതെല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞല്ലോ. നിയമപരമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ വന്നൊരു പ്രശ്നം, അതിനെ സംബന്ധിച്ച് നോക്കണം. മുകേഷിനെ പിന്തുണയ്ക്കുന്നവർ CPM-കാർ മാത്രമല്ല എന്നതാണ് കൗതുകകരമായ വസ്തുത. രാജി ആവശ്യം പ്രതിപക്ഷം കടുപ്പിച്ചത് തന്നെ ഇന്നാണ്. കാരണം അപ്പുറത്തുള്ള സാമാജികരിൽ അമ്പുകൊണ്ടവരുണ്ട്. ഇനി ആർക്കും അമ്പു കൊള്ളില്ലെന്നും ഉറപ്പില്ല എന്നതും കാരണമാവാം. മുകേഷ് രാജിവെക്കണം. രാജിവെക്കുന്നതാണ് ഏറ്റവും ഉചിതമായ തീരുമാനം. ഞങ്ങൾ ആദ്യം തന്നെ നിലപാടെടുത്തതാണ് മുകേഷ് രാജിവെക്കണം. തീരുമാനം എടുക്കേണ്ടത് ആരാന്നാണ്. തീരുമാനം എടുക്കേണ്ടത് മുകേഷ് പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയായ CPM-ആണ്. CPM-ആണ് അതിൻ്റെ അകത്ത് പ്രതികൂട്ടി നിൽക്കുന്നത്. ഇനി BJP-യുടെ കാര്യമെടുത്താൽ അവരുടെ കേരള ചരിത്രത്തിലെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക MP-ക്ക് ഇക്കാര്യം ചോദിച്ചാൽ ചോദിച്ചവരെ കയ്യേറ്റം ചെയ്യാനേ അറിയൂ. ചോദിക്കുന്നവർ കേന്ദ്രമന്ത്രിയുടെ സ്ഥലവും സൗകര്യവും നോക്കണമെന്ന്. അതിനെന്തായാലും ഞങ്ങളെ കിട്ടില്ല. ഇനി നമുക്ക് കഴിഞ്ഞ ദിവസം തൃശൂർ രാമനിലയത്തിൽ സുരേഷ് ഗോപി സിനിമാ സ്റ്റൈലിൽ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത ആ ദൃശ്യങ്ങൾ ഒന്ന് കാണാം. അതിനുശേഷം ആ പരാതി ശരിയാണോ എന്ന് നമുക്ക് പരിശോധിക്കുകയും ചെയ്യാം. ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് നോക്കിയാൽ രാമനിലയത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഈ ദൃശ്യങ്ങൾ നമ്മളോട് പറയും. സുരേഷ് ഗോപി രാമനിലയത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. രാവിലെ രാമനിലയത്തിൽ നിന്ന് സുരേഷ് ഗോപി വരുന്നതിന് മുൻപ് മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ മാധ്യമപ്രവർത്തകരോട് സുരേഷ് ഗോപി കയർത്തത് പ്രേക്ഷകർ കണ്ടു. സുരേഷ് ഗോപി ഈ അതിജീവിതരുടെ വെളിപ്പെടുത്തലുകളെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന്, മുകേഷ് രാജിവെക്കണമോ എന്ന രാഷ്ട്രീയ ചോദ്യത്തിന് സുരേഷ് ഗോപി ഇത് നിങ്ങളുടെ തീറ്റയാണ് എന്ന് പ്രതികരിച്ചതും നമ്മൾ കണ്ടു. അതിനുശേഷം രാമനിലയത്തിൽ നിന്ന് സുരേഷ് ഗോപി ഇറങ്ങി വരുന്നത് മുതലുള്ള ദൃശ്യങ്ങളൊന്ന് കാണുന്നു. ഈ ദൃശ്യത്തിൻ്റെ ഒടുവിലാണ് സുരേഷ് ഗോപിയെ മാധ്യമപ്രവർത്തകർ തടഞ്ഞുവെന്നും സുരേഷ് ഗോപിയുടെ അംഗരക്ഷകനെ ഔദ്യോഗിക കൃത്യം ചെയ്യാൻ തടസ്സപ്പെടുത്തിയെന്നും റിപ്പോർട്ടർ TV, മനോരമ ന്യൂസ്, മീഡിയ 1 എന്നീ 3 ചാനലുകളിലെ റിപ്പോർട്ടർമാർക്കെതിരെ സുരേഷ് ഗോപി കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്താണെന്ന് പ്രേക്ഷകരൊന്ന് കാണണം. ആ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. സുരേഷ് ഗോപി രാമനിലയത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. സാവധാനം രാമനിലയത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഈ പൊസിഷനിൽ നമുക്കൊന്ന് പോസ് ചെയ്യണം. നോക്കൂ, സുരേഷ് ഗോപി ഇറങ്ങി കാറിൻ്റെ ഡോറിനടുത്തേക്ക് വരുന്ന ഈ ഘട്ടം വരെയും സുരേഷ് ഗോപിയെ ഒരാളും തടയുന്നില്ല. ആ ദൃശ്യം ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് കാണാം. സുരേഷ് ഗോപി രാമനിലയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ഒരിടത്തും മാർഗതടസ്സം സൃഷ്ടിക്കുന്നില്ല. സുരേഷ് ഗോപി കാറിൻ്റെ ഡോറിൻ്റെ അടുത്തേക്ക് പോകുന്നു. ഈ ദൃശ്യമാണ് ഏറ്റവും പ്രധാനം. നോക്കൂ, സുരേഷ് ഗോപി കാറിൻ്റെ അടുത്തേക്ക്, അതായത് സുരേഷ് ഗോപിക്ക് കയറേണ്ട കാറിൻ്റെ ബാക്കിലെ ഡോറിൻ്റെ സൈഡിലേക്ക് സുരേഷ് ഗോപി പോകുന്നു. ഒരു മാധ്യമപ്രവർത്തകനും ഈ ഭാഗത്ത് വഴി തടഞ്ഞ് നിൽപ്പില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മാധ്യമപ്രവർത്തകർ നിൽക്കുന്നതാവട്ടെ, നോക്കൂ, റിപ്പോർട്ടറുടെ മാധ്യമപ്രവർത്തകർ നിൽക്കുന്നത്, മറ്റു ചാനലുകളുടെ മാധ്യമപ്രവർത്തകർ നിൽക്കുന്നത് സുരേഷ് ഗോപി കാറിൽ കയറി പുറത്ത് കാറിൻ്റെ ബാക്ക് ഡോറിനും പുറകുവശത്താണെന്ന് പ്രേക്ഷകർക്ക് കാണാം. ഒരിക്കൽ കൂടി നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടുവരാം. സുരേഷ് ഗോപി രാമനിലയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. മാധ്യമപ്രവർത്തകർ സൈഡിൽ മാറി നിൽക്കുന്നു. നേരെ സുരേഷ് ഗോപി കാറിൻ്റെ അടുത്തേക്ക് പോകുന്നു. മാധ്യമപ്രവർത്തകർ മൈക്ക് നീട്ടുന്നു. മൈക്ക് നീട്ടിയ മാധ്യമപ്രവർത്തകനെ തട്ടിമാറ്റുന്നു. അതിനുശേഷം സുരേഷ് ഗോപി നോക്കൂ, കാറിൻ്റെ ഡോർ കഴിഞ്ഞ് ബാക്കിയുള്ള ഭാഗത്താണ് സുരേഷ് ഗോപി നിൽക്കുന്നത്.
ഇവിടെയാണ് സുരേഷ് ഗോപി ഇന്ന് പരാതി കൊടുത്തിരിക്കുന്നത്. സുരേഷ് ഗോപിയുടെ അംഗരക്ഷകനെ നമുക്ക് ചിത്രത്തിൽ കാണാനേയില്ല. അംഗരക്ഷകൻ ഉള്ളത് മുൻപിലെ ഭാഗത്താണെന്ന് പ്രേക്ഷകർക്ക് കാണാം. ആ ഭാഗത്താണ് അംഗരക്ഷകൻ ഉണ്ടാകേണ്ടത്. അപ്പോൾ സുരേഷ് ഗോപിയുടെ അംഗരക്ഷകനെയോ ഈ ദൃശ്യത്തിൽ ഒരു മാധ്യമപ്രവർത്തകനും തടയുന്നില്ല എന്നുള്ളത് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഒരിക്കൽ കൂടി ആ ദൃശ്യങ്ങൾ കാണാം. സുരേഷ് ഗോപി കാറിൻ്റെ അടുത്തേക്ക് വരുന്നു. പുറകിലത്തെ ഡോറിൻ്റെ സൈഡ് സുരേഷ് ഗോപിക്ക് അവിടെ നിന്ന് കാറിൽ കയറി പോകാം. ഒരു മാധ്യമപ്രവർത്തകനും തടഞ്ഞിട്ടില്ല. മാധ്യമപ്രവർത്തകരുടെ അടുത്തേക്കാണ് സുരേഷ് ഗോപി പോകുന്നത് എന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അതിനുശേഷമാണ് സുരേഷ് ഗോപി കാറിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതും ആ കാറിൻ്റെ മറു സൈഡിലാണ് സുരേഷ് ഗോപിയുടെ അസിസ്റ്റന്റ് നിൽക്കുന്നത്. അവിടെ അദ്ദേഹത്തിനെ ജോലി ചെയ്യാൻ ആരും തടസ്സപ്പെടുത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഒരിക്കൽ കൂടി ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരൊന്ന് കാണും. ഇത് കാണിക്കുന്നതിൻ്റെ കാരണം എന്താണ് സുരേഷ് ഗോപി ഇന്ന് പരാതിയായി പറഞ്ഞിരിക്കുന്നത് എന്നത് അറിയാൻ കൂടി വേണ്ടിയാണ്. സുരേഷ് ഗോപി പരാതിയായി പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് സുരേഷ് ഗോപിയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു റിപ്പോർട്ടർ TV അടക്കമുള്ള ചാനലുകളിലെ മാധ്യമപ്രവർത്തകരെന്നാണ്. എത്ര വലിയ കള്ളമാണ് സുരേഷ് ഗോപി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിരിക്കുന്നത്. സുരേഷ് ഗോപി നിൽക്കുന്ന സ്ഥലം നോക്കൂ. സുരേഷ് ഗോപിയുടെ മുമ്പിൽ മാർഗതടസ്സം സൃഷ്ടിച്ച ഒരു മാധ്യമപ്രവർത്തകനുമില്ല. അവരവരുടെ ഉത്തരവാദിത്വം അവരവരുടെ ജോലി ചെയ്യുകയായിരുന്നു. യഥാർത്ഥത്തിൽ അവരുടെ ജോലി ചെയ്ത മാധ്യമപ്രവർത്തകരെ തടയുകയാണ് സുരേഷ് ഗോപി ചെയ്തത്. ആ മാധ്യമപ്രവർത്തകനെയാണ് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത്. മാധ്യമപ്രവർത്തകർ നിന്ന സ്ഥലത്തേക്കാണ് സുരേഷ് ഗോപി പോയത് എന്നത് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. എന്നിട്ടും സത്യപ്രതിജ്ഞ ചെയ്ത സുരേഷ് ഗോപി എന്തുകൊണ്ടാണ് കോടതിക്ക് മുൻപാകെ അല്ലെങ്കിൽ പോലീസിന് മുൻപാകെ ഇത്തരമൊരു കള്ളപ്പരാതി കൊടുത്തത് എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. റിപ്പോർട്ടർ TV, മനോരമ ന്യൂസ്, ഒപ്പം മീഡിയ 1 ഈ 3 ചാനലുകളിലെ മാധ്യമപ്രവർത്തകർക്കെതിരെയാണ് ആ കേസ് കൊടുത്തത്. ആ പൊസിഷൻ വളരെ വ്യക്തമാണ്. സുരേഷ് ഗോപി പുറകിലെ ഭാഗത്തേക്ക് കയറി വരുമ്പോൾ 3 മൈക്കുകൾ ഇവിടെ കാണാം. മറ്റു മൈക്ക് ഐഡികളും ഇതേ ഭാഗത്തുണ്ട്. സുരേഷ് ഗോപി പ്രതികരിക്കുമോ എന്നറിയാൻ വേണ്ടിയാണ്. സാധാരണ നമ്മൾ പ്രതികരണം ചോദിക്കുമ്പോഴെല്ലാം അവർ നടന്നു പോകുന്ന വഴിയിൽ നമ്മൾ മൈക്കുമായി നിൽക്കലാണ് പതിവ്. അത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ ചോദിക്കുന്ന ചോദ്യമാണ്. നോക്കൂ, സുരേഷ് ഗോപി കാറിൽ കയറുന്നതിന് മുൻപ് കാറിൻ്റെ ബാക്ക് സൈഡും കഴിഞ്ഞ് കാറിൻ്റെ ബാക്ക് ഡോറും കഴിഞ്ഞുള്ള ഭാഗമാണിതെന്ന് പ്രേക്ഷകർക്ക് കാണാം. ഇതിനും പിന്നിലാണ് മാധ്യമപ്രവർത്തകർ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപി ഇതാ നോക്കൂ, കാറിൻ്റെ മധ്യഭാഗം, ആ മധ്യഭാഗം കഴിഞ്ഞുള്ള ഡോർ, ആ ഡോറ് കഴിഞ്ഞുള്ള ബാക്ക് ഭാഗം, ഇവിടെയാണ് സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകർക്ക് നേരെ കയർത്തുകൊണ്ട് ചെല്ലുന്നത്. എന്നിട്ട് സുരേഷ് ഗോപി പറയുന്നു തനിക്ക് മാർഗതടസ്സം സൃഷ്ടിച്ചു എന്നത്. രണ്ടാമത്തത് തൻ്റെ ഡ്രൈവർക്ക് മാർഗതടസ്സം സൃഷ്ടിക്കുകയും ഔദ്യോഗിക കൃത്യനിർവഹണം നടത്താൻ ശ്രമിച്ചു എന്നുള്ളതും. പ്രേക്ഷകർ നോക്കൂ, കാറിൻ്റെ ബാക്ക് സൈഡിലെ ലൈറ്റ് പ്രേക്ഷകർക്ക് കാണാം. സുരേഷ് ഗോപി നിൽക്കുന്ന സ്ഥലം കാണാം. മാധ്യമപ്രവർത്തകർ നിൽക്കുന്നത് ബാക്ക് ഡോറിനും പുറകുവശത്താണെന്നും കാണാം. എന്നിട്ട് എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി ഇത്തരമൊരു കള്ളം പറഞ്ഞത് എന്നതാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം നമുക്കിന്ന് തേടണം. ആർക്കു വേണ്ടിയാണ് സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരുടെ പേരിൽ ഈ കള്ളം പറഞ്ഞൊരു പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തത് എന്നതാണ് നമുക്കറിയേണ്ടത്. സുരേഷ് ഗോപിയോട് നമുക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. സുരേഷ് ഗോപി യഥാർത്ഥത്തിൽ വെട്ടിലാക്കിയത് മാധ്യമപ്രവർത്തകരെയല്ല, നിങ്ങൾക്ക് വോട്ട് ചെയ്തവരെയും നിങ്ങൾക്ക് മുദ്രാവാക്യം വിളിച്ച നിങ്ങളുടെ പാർട്ടി പ്രവർത്തകരെയും കൂടിയാണ്. നമുക്കിപ്പം അതിഥികൾ കൂടിയുണ്ട്. ഡോക്ടർ സോയ ജോസഫ്, കോൺഗ്രസ് പ്രതിനിധി, അഡ്വക്കേറ്റ് KS അരുൺകുമാർ അല്പസമയത്തിനുള്ളിൽ നമുക്കൊപ്പം ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. S സുരേഷ് BJPയിൽ നിന്നും, ഒപ്പം പരാതിക്കാരിയായ ഒരു ചലച്ചിത്ര പ്രവർത്തകയും നമുക്കൊപ്പം ചേരും. അത് ഞാൻ സുരേഷിലേക്ക് പോകുന്നു. സുരേഷ്, എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി മുകേഷ് MLA രാജിവെക്കേണ്ടതില്ലേ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മാധ്യമപ്രവർത്തകരോട് കയർത്തതും മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തത് പോരാതെ പോലീസ് സ്റ്റേഷനിൽ ഇത്തരമൊരു കള്ളപ്പരാതി മാധ്യമപ്രവർത്തകർക്കെതിരെ കൊടുത്തതും? S സുരേഷ്, BJPയുടെ പിന്തുണ ഈ സുരേഷ് ഗോപിയുടെ ഈ പരാതിക്കുണ്ടോ? ശ്രീ അരുൺകുമാർ, ഈ വിഷയത്തെ സംബന്ധിച്ച് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരമെന്ന നിലയിൽ വ്യക്തമാക്കി കഴിഞ്ഞതാണ്. ഈ വിഷയത്തിൽ, മുകേഷിൻ്റെ വിഷയത്തിൽ പാർട്ടിക്ക് സുവ്യക്തമായിട്ടുള്ള ഒരു നിലപാടുണ്ട്. ആ നിലപാട് മുകേഷ് മന്ത്രിസ്ഥാനം രാജിവെക്കണം, മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്നുള്ളതാണ്. ഇന്നിവിടെ പലരും പറയുന്നത് ഈ സിനിമാ നയരൂപീകരണ സമിതിയിൽ മുകേഷ് രാജിവെക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യമൊക്കെയാണ്. അതിനൊന്നും ഒരു പ്രസക്തിയില്ല. മുകേഷ് രാജിവെക്കേണ്ടത് MLA സ്ഥാനമാണ്. ഒരു MLA എന്ന നിലയിൽ നിരന്തരം ലൈംഗിക പീഡന കേസുകളിലും അതോടൊപ്പം തന്നെ ഗാർഹിക പീഡന കേസ്, തൊഴിൽ മേഖലയിൽ സ്ത്രീകൾക്കുള്ള ചൂഷണം ചെയ്യൽ ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾക്ക് വിധേയനായി അതിനെതിരെ FIR ഇട്ട് കോടതിയുടെ 5 ദിവസത്തെ ദയാദാക്ഷിണ്യത്തിൽ ജാമ്യത്തിൽ നിൽക്കുന്ന ഒരു പ്രതിയാണ് മുകേഷ്.
ഇദ്ദേഹം കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ നിൽക്കാൻ MLA ആയിട്ട് നിൽക്കാൻ ഒരു യോഗ്യതയുമില്ലാത്ത വ്യക്തി, പുരുഷ സമൂഹത്തിന് മുഴുവൻ അപമാനമായ, കേരളത്തിന് മുഴുവൻ അപമാനമായിട്ടുള്ള ഒരു വ്യക്തിയാണ് മുകേഷ്. അദ്ദേഹത്തിൻ്റെ രാജി സ്വീകരിക്കുന്നതിന് പകരം ആ മുകേഷിനെ ഉയർത്തിപ്പിടിക്കാനും മുകേഷിനെ സംരക്ഷിക്കാനുമാണ് CPM ശ്രമിക്കുന്നത്. ഇന്ന് വേട്ടക്കാരൻ്റെ പാർട്ടിയായിട്ട് CPM കഴിഞ്ഞിരിക്കുന്നു. അവരുടെ പാർട്ടി സെക്രട്ടറിയായിട്ട് MV ഗോവിന്ദൻ ഈ വിഷയത്തെ സഹയാത്രികനായി നിങ്ങളുടെ കേന്ദ്രമന്ത്രി മാറിയോ, നിങ്ങളുടെ MP മാറിയോ സുരേഷ്? അല്ല, ഈ വിഷയത്തെ മുകേഷിനെതിരായിട്ടുള്ള വിഷയത്തെ ലഘൂകരിച്ച് കാണിക്കാൻ വേണ്ടിയുള്ള ചില ഗൂഢാലോചനകളും അതോടൊപ്പം തന്നെ ബഹുമാന്യനായിട്ടുള്ള സുരേഷ് ഗോപിയെ ഇതിലേക്ക് എങ്ങനെ വലിച്ചിടാമെന്നൊക്കെ പറഞ്ഞ് ചില ചാനലുകളൊക്കെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് പല രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ച് എളുഭ്യരായതൊക്കെ ശ്രീ അരുൺകുമാറെ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ശ്രീ സുരേഷ് ഗോപിയോട് വളരെ ചോദിച്ചത് ഞാൻ താങ്കളെ കേൾപ്പിക്കാം. നമ്മുടെ PCR ഉണ്ടെങ്കിൽ എന്താണ് സുരേഷ് ഗോപി അന്ന് പ്രതികരിച്ചത് എന്ന് കൂടി നമുക്കൊന്ന് കാണിക്കാം. രാമനിലയത്തിൽ ഈ ആക്ഷൻ ഉണ്ടാവുന്നതിന് തൊട്ട് മുമ്പ് സുരേഷിന്റെ ചോദ്യം ഇതാണ്: ആരാണ് സുരേഷ് ഗോപി ഇതിലേക്ക് പിടിച്ചു വലിച്ചത്? സ്വാഭാവികമായി AMMയിലെ അംഗമായ, സംസ്ഥാനത്തെ BJPയുടെ മുഖമായ, BJPയുടെ ഏക MP ആയ സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ഈ AMMയിലെ വിഷയങ്ങളടക്കമുള്ള കാര്യങ്ങളിൽ പ്രതികരിക്കാനുള്ള ഉത്തരവാദിത്വമില്ലേ? അങ്ങനെ ഉത്തരവാദിത്വത്തോടു കൂടി പ്രതികരിക്കേണ്ട ഒരു കേന്ദ്രമന്ത്രി താൻ വന്നിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് ചോദിക്കണം എന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞാൽ അവർ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കും. ആ പ്രതികരണം നമുക്കൊന്ന് കേട്ടുവരാം. അതിനകത്ത് എവിടെയാണ് തെറ്റെന്ന് അങ്ങൊന്ന് പറയൂ. സുരേഷ്, ഞാൻ വരാം, അങ്ങ് ആ പ്രതികരണം ഒന്ന് കേൾക്കൂ. മുകേഷ് MLAക്കെതിരെ ഒരു ആരോപണം വന്നിരുന്നു. കോടതി പറയും ഈ ആരോപണം അപ്പം നിങ്ങൾ സൃഷ്ടിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ അമ്മയിൽ എപ്പോഴുണ്ട്? അമ്മയിൽ നിങ്ങളിത് പോയി ചോദിക്കുക, അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുമ്പോൾ എന്നോട് ചോദിക്കുക. ഞാനിതൊരു നിങ്ങൾക്കിതിൻ്റെ വിശുദ്ധി അറിയില്ലേ? ഞാൻ അവിടെ നിന്നാണ് ഇറങ്ങി വന്നിരിക്കുന്നത്. ഇതിനെ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും നിങ്ങൾക്കറിയാനുണ്ടോ? ചോദിക്കൂ. ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം. എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടിലെ കാര്യം ചോദിക്കണം. അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കൂ പ്ലീസ്. ഇല്ലില്ല, ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ മീഡിയയ്ക്കുള്ള ഒരു തീറ്റയാണത്. നിങ്ങളത് വെച്ച് കാശുണ്ടാക്കിക്കോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു വലിയ സംവിധാനത്തിന് തകിടം മറിക്കുകയാണ് നിങ്ങൾ. ഈ വിഷയങ്ങളെല്ലാം കോടതിയിലുണ്ടെങ്കിൽ കോടതിക്ക് ബുദ്ധിയുണ്ട്, കോടതിക്ക് യുക്തിയുണ്ട്, കോടതി തീരുമാനമെടുക്കും. സർക്കാർ അത് കോടതിയിൽ കൊണ്ടു ചെന്നാൽ അവരെടുത്തോളും, എടുത്തോട്ടെ. നിങ്ങളിത് ആടിനെ തമ്മി തല്ലിച്ചിട്ട് ചോര കൂടി മാത്രമല്ല, നിങ്ങളൊരു സമൂഹത്തിൻ്റെ മാനസികാവസ്ഥയെ നിങ്ങൾ വഴിതെറ്റിച്ചു വിടുകയാണ്. പരാതി ആരോപണത്തിൻ്റെ രൂപത്തിലാണ് നിൽക്കുന്നത്. നിങ്ങൾ ആരോടാ സംസാരിക്കുന്നത്? നിങ്ങൾ ജനങ്ങളോട് എന്താണ് പറയുന്നത്? നിങ്ങൾ കോടതിയാണോ? അല്ലല്ലോ. കോടതി തീരുമാനിക്കും. കോടതി തീരുമാനിക്കുന്നത് ഓരോ പൗരൻ്റെയും തലയിൽ, ബുദ്ധിയിൽ, പ്രവൃത്തിയിൽ ഇംപെൻഡിങ് ആണ്. അത് അന്നേരം നടക്കും. പ്ലീസ് പ്ലീസ് പ്ലീസ്, ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. കോടതി അതിനാണ്. കോടതി പറയും. എന്താ പറഞ്ഞ നിങ്ങളുടെ MP-യും കേന്ദ്രമന്ത്രിയും പറഞ്ഞത് കേട്ടാൽ പോരെ? പിന്നെ എന്തിനാണ് ഈ പ്രകടനം? ശ്രീ അരുൺകുമാർ, ഇവിടെ താങ്കൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹം ഒരു പരമ്പരാഗത രാഷ്ട്രീയക്കാരനല്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകളെ എങ്ങനെയാണ് കൃത്രിമമായിട്ട് സൃഷ്ടിക്കാൻ സാധിക്കുക, അത് അദ്ദേഹത്തിനെതിരെ എങ്ങനെ അദ്ദേഹത്തിനെ ആക്രമിക്കാനായിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിൽ ഗവേഷണം നടത്തിയിട്ടുള്ള നിരവധി മാധ്യമപ്രവർത്തകർ കേരളത്തിലുണ്ട്. അദ്ദേഹത്തിനെതിരെ ലൈംഗികാരോപണം ഉന്നയിക്കാൻ പോലും ഏതൊരു മടിയുമില്ലാത്ത മാധ്യമപ്രവർത്തകർ കേരളത്തിലുണ്ട് എന്നുള്ളത് ഈ കേരളം ഒരു ഞെട്ടലോടുകൂടിയാണ് കണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അദ്ദേഹത്തിനെ അദ്ദേഹം ഇപ്പോൾ നിങ്ങളൊരു വീഡിയോ കാണിച്ചു ഇതിൻ്റെ ആരംഭത്തിൽ.
ആ വീഡിയോ എടുത്ത പൊസിഷൻ എന്ന് പറയുന്നത് അത് താങ്കൾക്കും എനിക്കും സാമാന്യ നിലയിൽ കാണുന്നവർക്കും മനസ്സിലാകും. അദ്ദേഹത്തിൻ്റെ വഴി മുടക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ കാറിലേക്ക് കയറാനുള്ള അദ്ദേഹത്തിൻ്റെ തടസ്സം സൃഷ്ടിക്കുന്നില്ല എന്ന് നിങ്ങൾ തെളിയിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ആ വീഡിയോ കാണിച്ചത്. പക്ഷെ നിങ്ങൾ മനഃപൂർവ്വം ഒന്ന് മറച്ചു വെച്ചു. അവർ ഈ പത്രക്കാർ നിന്നത് ആ കാറിൻ്റെ പുറംവാതിലിൻ്റെ ഭാഗത്താണ്, അദ്ദേഹം കയറിയത് പുറംവാതിലിലാണ്. അദ്ദേഹത്തിന് ആ കാറിൻ്റെ ഡോറ് തുറക്കണമെങ്കിൽ പത്രക്കാർ അവിടെ നിന്ന് മാറേണ്ടതുണ്ട് എന്നുള്ള കാര്യം താങ്കൾ മറച്ചു വെച്ചു. പോയിന്റ് നമ്പർ 1. രണ്ടാമത്തെ പോയിന്റ്, അദ്ദേഹത്തിന്റെ സുരക്ഷ. ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. ശ്രീ അരുൺ കള്ളം പറയില്ലല്ലോ, ആ ദൃശ്യങ്ങൾ അങ്ങ് കണ്ടോളൂ. ഒരിക്കൽ കൂടി 15 പ്രാവശ്യം കാണിച്ചല്ലോ. സുരേഷിനെ കണ്ടിട്ടും ബോധ്യപ്പെടാത്ത 15 പ്രാവശ്യം കാണിച്ചല്ലോ. ഞാനൊന്ന് പറഞ്ഞു പൂർത്തിയാക്കിക്കോട്ടെ. താങ്കൾ പറഞ്ഞു, താങ്കളെ ഒരു ഭാഗത്ത് പൂർത്തിയാക്കിയതിന് ശേഷം ഒന്നുകൂടെ കാണിക്കൂ. ആ ദൃശ്യങ്ങൾ കാണിക്കാം. സുരേഷ് അല്ലല്ല, ഞാൻ പറഞ്ഞു പൂർത്തിയാക്കിയ ശേഷം പൂർത്തിയാക്കിയ ശേഷം പറയുന്നതിനോടൊപ്പം തന്നെ കാണിക്കും. അത് താങ്കൾ പറഞ്ഞോളൂ, താങ്കളെ തടസ്സപ്പെടുത്തില്ല. കാണിക്കൂ. താങ്കൾ പറഞ്ഞോളൂ. അല്ല, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അദ്ദേഹം കയറിയത് ആ കാറിന്റെ പുറകിലത്തെ സീറ്റിലാണ്. ആ പുറകിലത്തെ സീറ്റിലെ ഡോറ് തുറക്കണമെങ്കിൽ രണ്ടാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് അങ്ങ് ഒന്ന് വെയിറ്റ് ചെയ്യൂ. അങ്ങിപ്പോ വിഷ്വൽ കാണിക്കല്ലേ. അപ്പോ രണ്ടാമത്തെ പോയിന്റ് എന്താ? അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥനാണ് ആ കാറിന്റെ ഡോറ് തുറന്നു കൊടുക്കേണ്ടത്. ആ സുരക്ഷാ ഉദ്യോഗസ്ഥൻ പത്രക്കാരുടെ പുറകിൽ അകപ്പെട്ട് കിടക്കുകയാണ്. ആ സുരക്ഷാ ഉദ്യോഗസ്ഥന് ഇദ്ദേഹത്തിന്റെ സുരക്ഷ നോക്കാനായിട്ട് മുന്നോട്ട് കടത്തിവിട്ടിട്ടില്ല. പത്രക്കാർ വളഞ്ഞ് സുരക്ഷാ ഉദ്യോഗസ്ഥനെ പുറകിൽ മാറ്റി അപ്പുറത്തേക്ക് തള്ളിയിട്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ സുരക്ഷ കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനെ തട്ടി മാറ്റിയിരിക്കുകയാണ്. ഒരു നിമിഷം നോക്കൂ, സുരേഷ് ഗോപി ഇറങ്ങി വരുന്നു. സുരേഷ് ഗോപിയുടെ അംഗരക്ഷകൻ നിൽക്കുന്നത് എവിടെയാണെന്ന് കാണാമോ? ആദ്യ ഭാഗത്ത് കാണാം. സുരേഷ് ഗോപി മുൻഭാഗത്ത് ഡോറിന്റെ സൈഡിൽ. ശ്രീ അരുൺ, അദ്ദേഹത്തിന് സുരക്ഷ കൊടുക്കാനും അദ്ദേഹത്തിൻ്റെ കാറ് തുറന്നു കൊടുക്കാനും ഉത്തരവാദിത്വപ്പെട്ട് അദ്ദേഹത്തിന് സുരക്ഷിതമായി കാറിൽ കയറ്റേണ്ട സുരക്ഷാ ഉദ്യോഗസ്ഥനെ പത്രക്കാരുടെ തടസ്സം കാരണം അടുക്കലേക്ക് എത്താൻ കഴിയുന്നില്ല. കാറ് തുറക്കുന്ന ശേഷമാണ് അദ്ദേഹം കയറുന്നത്. അല്ലെ, സുരേഷ് ഗോപി ഇറങ്ങി വരുമ്പോൾ താങ്കൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ശേഷമാണ് സുരേഷ് ഗോപി ഇറങ്ങി വരുമ്പോൾ സുരേഷ് ഗോപിയുടെ ഒപ്പമുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരെ താങ്കൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? സുരേഷ് ഗോപി ഇറങ്ങി വരുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടോ? അരുൺ, ഇവിടെ എവിടെയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ സാങ്കേതികത്വത്തെക്കുറിച്ച് താങ്കൾ ഒരു വീഡിയോ ക്ലിപ്പ് കാണിച്ചിട്ട് അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ അടുത്തുണ്ടാകേണ്ട ആളാണ്. ആ സുരക്ഷാ ഉദ്യോഗസ്ഥന് അവിടെ എത്താൻ സാധിക്കാത്തത് എന്താണ് സുരേഷ് താങ്കൾ ഈ പറയുന്നത്? രാമനിലയത്തിൽ ഇറങ്ങി വരുന്ന സുരേഷ് ഗോപി നമുക്ക് കാണാം. ആ രാമനിലയത്തിൽ ഇറങ്ങി വരുന്ന വാതിൽക്കലിൽ നിങ്ങൾക്ക് ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥനെ മുൻപിൽ കാണാൻ കഴിയുന്നില്ല. ഇറങ്ങി വരുന്ന ഘട്ടത്തിൽ ഒരിടത്തും കാണാൻ കഴിയുന്നില്ല. അദ്ദേഹം നിൽക്കുന്നതാവട്ടെ ആ കാറിന്റെ തൊട്ട് മുന്നിലാണ്. പത്രക്കാരുടെ മൈക്കിന്റെ പുറകിൽ കാണുന്ന ആ തലയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ തല. സുരക്ഷാ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പോകാൻ സാധിക്കുന്നില്ല. മാധ്യമ പ്രവർത്തകരുടെയാണ് ആ തലമാറ്റല്ലേ? അല്ല, നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. നിങ്ങൾ കളവ് പറയുകയാണ്, പച്ച കള്ളം പറയുകയാണ്. നിങ്ങൾ കള്ളമാണ് പറയുന്നത്. എനിക്കറിയാം, സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ തലയാണ് കാണുന്നത്. ആ സുരക്ഷാ ഉദ്യോഗസ്ഥനെ പത്രക്കാർ നിങ്ങളുടെ ചാനൽ വളഞ്ഞു വെച്ചിരിക്കുകയാണ്. അതാണ് സംഭവം. നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷ്വൽ കാണിച്ചിട്ട് നിങ്ങൾക്ക് ഒരു എംപിയെ, ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടിയ ഒരു എംപിയെ അപകീർത്തിപ്പെടുത്താനും ശ്രമിക്കരുത്. അത് ശരിയല്ല. അത് നല്ല മാധ്യമ പ്രവർത്തനമല്ല എന്ന് ബഹുമാന്യനായ അരുൺകുമാറിനെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതല്ല മാധ്യമ പ്രവർത്തനം. നിങ്ങൾ നോക്കൂ, അദ്ദേഹം പത്രക്കാരെ മാറ്റിയതിനു ശേഷമാണ് അദ്ദേഹത്തിന് കാറിനകത്തേക്ക് കയറാൻ സാധിക്കുന്നത്. കാണുന്നില്ലേ നിങ്ങൾ? കാണുന്നില്ലേ? അദ്ദേഹം മാറ്റേണ്ട അവസ്ഥയില്ല. ആ സുരക്ഷാ ഉദ്യോഗസ്ഥനെ നിങ്ങളുടെ മുന്നിലേക്ക് വിട്ടിരുന്നുവെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് വഴിയൊരുക്കുമായിരുന്നു. ആ ഉദ്യോഗസ്ഥനെ നിങ്ങൾ തടഞ്ഞു വെച്ചു. അതാണ് യാഥാർത്ഥ്യം. സുരേഷ് ഗോപിയുടെ മാർഗ തടസ്സം എവിടെയാ സൃഷ്ടിച്ചത്? എവിടെയാ മാധ്യമപ്രവർത്തകർ നിൽക്കുന്നത്? നോക്കൂ.
അല്ല, നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, ബാക്കി വീഡിയോ കൂടെ കാണിക്കൂ. ബാക്കി വീഡിയോ കാണിക്കും. ഞാനിപ്പോ നിങ്ങൾ ബാക്കി വീഡിയോ കൂടെ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര എടുത്തു വെച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തു വെച്ചിട്ട് നിങ്ങൾ ഇതാണ് സുരക്ഷാ ഉദ്യോഗസ്ഥൻ. ഈ തല കാണുന്നതാണ് സുരക്ഷാ ഉദ്യോഗസ്ഥൻ. സുരക്ഷാ ഉദ്യോഗസ്ഥൻ സുരേഷ് പറഞ്ഞത് ശരിയാണെന്ന് കരുതുക. മാർഗതടസ്സം സൃഷ്ടിച്ചു. ആ കാറ് തടയുന്നത് കാറിന്റെ പുറകിൽ നിന്നാണോ? കാറിന്റെ പുറകിൽ നിന്ന് ഏതെങ്കിലും കാർ തടയാൻ പറ്റൂ? എന്റെ ശ്രീ അരുണെ, ഈ അരുണെ വീടടുത്ത് വീണടുത്ത് സുരക്ഷിതമായിട്ട് കാറിൽ കയറ്റാൻ കഴിയുമായിരുന്നു. അടുക്കെത്താൻ സാധിക്കാത്തത്. താങ്കളുടെ കൺമുന്നിലുള്ള ദൃശ്യങ്ങൾ വിശദീകരിക്കൂ. രാമനിലയത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന സുരേഷ് ഗോപിയുടെ മാർഗതടസ്സം സൃഷ്ടിച്ച് കാറിൽ കയറാതെ മാധ്യമപ്രവർത്തകർ എവിടെയാണ് നിൽക്കുന്നത് നോക്കൂ. ഞാൻ പറയാം, താങ്കൾ നിർത്തൂ, ഞാൻ പറയാം. രാമനിലയത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു എന്ന് പറയുന്ന സുരേഷ് ഗോപി അവിടേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മുമ്പിൽ പത്രക്കാർ നിൽക്കുന്നു. ഈ കാണുന്ന തല അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ തലയാണ്. അദ്ദേഹത്തിന് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ പോയി അദ്ദേഹത്തിന്റെ കാറിന്റെ ഡോർ തുറന്നു കൊടുക്കാൻ സമ്മതിക്കുന്നില്ല. നിങ്ങൾ ചെയ്തു എന്ന് കൂടി പറയൂ. സമ്മതിക്കുന്നില്ല. നിങ്ങൾ സുരക്ഷാ ഉദ്യോഗസ്ഥനെ അദ്ദേഹത്തിന് സുരക്ഷ കൊടുക്കുന്നതിൽ നിന്ന് തടഞ്ഞു വെച്ചിരിക്കുന്നു. ഉദ്യോഗസ്ഥനായ പോലീസുകാരനെ സുരക്ഷ കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് നിങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുന്നു. അതാണ് സംഭവിച്ചത്. അല്ല നോക്കൂ, സുരേഷ് ഗോപിയുടെ മാർഗദർശനമാണല്ലോ കേസിലെ ഒരു ഭാഗം. തല കാണുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ തലയാണ്. അപ്പോ നിങ്ങളുടെ പാർട്ടിയിലെ എംപിക്ക് മുകേഷ് രാജിവെക്കുന്നത് വിഷയമല്ല. മുകേഷ് രാജിവെക്കുന്ന മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രോശിക്കുക, അതിജീവിതരുടെ വെളിപ്പെടുത്തലുകൾ നടത്തുന്ന മാധ്യമപ്രവർത്തകരെ, അതിജീവിതരുടെ വെളിപ്പെടുത്തലുകളെ തീറ്റയായി കാണുക. ഇതിലാണോ നിങ്ങളൊരു എം പിയെ ഡൽഹിയിലേക്ക് അയച്ചത്? ഇതിലാണോ നിങ്ങളൊരു മന്ത്രിയെ സൃഷ്ടിച്ചത്? സുരേഷ്, ശ്രീ അരുൺ, അങ്ങയുടെ വീഡിയോയുടെ പൊള്ളത്തരം ഞാൻ തുറന്നു കാട്ടിയില്ല. പ്രേക്ഷകർ കാണണം. സുരേഷ് ഗോപി ഏത് ഭാഗത്താണ് സുരേഷ് ഗോപി? തലയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥനായ സുരേഷ് ഗോപി നിൽക്കുന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥൻ പത്രക്കാർ തടഞ്ഞു വെച്ചിരിക്കുന്നു. സുരേഷ് ഗോപിയെ തടയാൻ ശ്രമിച്ചു. ഞാൻ ബാക്കി മുഴുവൻ ഇടാൻ ഞാൻ താങ്കളെ ഈ കട്ട് ചെയ്തതല്ല. നിങ്ങളിപ്പോൾ സെൽഫ് ഗോളായിട്ട് കട്ട് ചെയ്തിട്ട് വിഷ്വൽ പോലും വിളിച്ചു പറയുന്നു. മാധ്യമപ്രവർത്തകർ തടയുന്നത് കാണും. രണ്ടു സൈഡുകളിൽ വഴിമാറി നിൽക്കുകയല്ലേ മാധ്യമപ്രവർത്തകര്? കാറിന്റെ ഡോർ നിൽക്കുന്ന സൈഡ് കാണൂ സുരേഷ്. ഈ പോലീസുകാരനെ മാധ്യമപ്രവർത്തകർ തടഞ്ഞു. എവിടെയാണ് തടഞ്ഞു നിൽക്കുന്നത്? എവിടെ തടഞ്ഞു? മുൻപിൽ നിൽക്കുന്ന അയാൾ മാധ്യമപ്രവർത്തകർ തടയുകയാണ്. അയാൾ മാധ്യമപ്രവർത്തകരല്ലേ തടയുന്നത്? നോക്കൂ സുരേഷ്, ഒരിക്കൽ കൂടി ദൃശ്യം. അയാൾ നിൽക്കുന്നതിന് മുന്നിൽ സുരേഷ് ഗോപിയുടെ പേഴ്സണൽ സ്റ്റാഫ് നിൽക്കുന്നതിന് മുന്നിൽ മാധ്യമപ്രവർത്തകരുണ്ടോ? ആ പോലീസുകാരനെ നിങ്ങൾ ചവിട്ടി മാറ്റുന്നുണ്ടോ? എന്താണ് സുരേഷ് ഈ പറയുന്നത്? കൺമുന്നിൽ കാണുന്ന ദൃശ്യങ്ങളിൽ പോലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ എന്തിനാ വിശ്വസിക്കുക സുരേഷ്? ആ ഉദ്യോഗസ്ഥൻ ഇതിന് ശേഷമുള്ള പോലീസ് തള്ളലിൽ നിന്ന് രക്ഷപ്പെട്ട് എന്താണ് സുരേഷ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരോട് കാണിക്കുന്നത്. പ്രേക്ഷകർ അറിയണം, സുരേഷ് ഗോപി ഇന്ന് കൊടുത്തിരിക്കുന്ന പരാതിയിൽ സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രിയോട് ചോദ്യം ചോദിക്കാൻ വന്ന മാധ്യമപ്രവർത്തകർ സുരേഷ് ഗോപിക്ക്
മാർഗതടസ്സം സൃഷ്ടിച്ചുവെന്നും സുരേഷ് ഗോപിയുടെ അംഗരക്ഷകനെ ഔദ്യോഗിക കൃത്യനിർവഹണം ചെയ്യാൻ തടസ്സപ്പെടുത്തി എന്നുള്ളതുമാണ് പരാതി. ആ പരാതിക്ക് ആധാരമായ ദൃശ്യങ്ങളാണ് BJP പ്രതിനിധി വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സുരേഷ് അതെ കാണൂ, സുരേഷ് കാണൂ. ഇടതുപക്ഷ MLA രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് നിങ്ങളുടെ പ്രവർത്തകർ തെരുവിൽ കിടന്ന് സമരം ചെയ്യുമ്പോൾ നിങ്ങൾ ജയിപ്പിച്ചു വിട്ട MP എന്താ ചെയ്തെന്ന് കാണൂ. നിങ്ങൾ ജയിപ്പിച്ചു വിട്ട MP എന്താ ചെയ്തെന്ന് കാണൂ. നിങ്ങളുടെ ഈ പച്ചക്കള്ളം പറയരുത് സുരേഷേ, പച്ചക്കള്ളം സുരേഷും പറയരുത്, സുരേഷ് ഗോപിയും പറയരുത്. അത്രമാത്രമേ നമുക്ക് പറയാനുള്ളൂ. പിന്നെ കേസ് നിയമപരമായി ഞങ്ങൾ നേരിട്ടോളാം. സുരേഷേ, കേസ് നിയമപരമായി നമ്മൾ നേരിട്ടോളാം. അതിജീവിതരുടെ അഭിപ്രായങ്ങളെ, അതിജീവിതരുടെ വെളിപ്പെടുത്തലുകളെ തീറ്റയായി വ്യാഖ്യാനിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയാണ് നിങ്ങളുടെ ഉള്ളതെന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് അല്പമെങ്കിലും നാണമില്ലേ സുരേഷേ? ശ്രീ അരുൺ ഒരു കാര്യം പറഞ്ഞല്ലോ, ഇനി അടുത്ത കാര്യം പറയാം. അദ്ദേഹം എന്താ പറഞ്ഞത്? ഞാൻ അമ്മയുടെ പ്രതിനിധിയായിട്ട് അമ്മയുടെ ഓഫീസിൽ നിന്ന് അമ്മയുടെ ആളായിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കുക, ഞാൻ മന്ത്രിയായിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞതിൽ എന്താ തെറ്റ്? അദ്ദേഹം അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ, ഒരു അമ്മയുടെ പ്രതിനിധിയായി ഒരു നടനായിട്ട് വിശദീകരിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ മനസ്സാണ് അവിടെ അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം നിങ്ങൾ കുത്തി ചോദിക്കുന്ന സുരേഷ് ഗോപി എപ്പോഴാണ് AMMയുടെ പ്രതിനിധിയാവുന്നത്, എപ്പോഴാണ് മന്ത്രിയാവുന്നത്, എപ്പോഴാണ് ഭരത്ചന്ദ്രനാവുന്നത്, എപ്പോഴാണ് MP ആവുന്നത്, എപ്പോഴാണ് ആത്മീയക്കാരനാവുന്നത് എന്നൊക്കെ നമ്മൾ എങ്ങനെ നിശ്ചയിക്കും സാർ? അങ്ങനെ ഒരു നിശ്ചയമുണ്ടോ? ഇപ്പൊ സുരേഷ് ഇറങ്ങി വരുന്നത് ഒരു അമ്പലത്തിൽ നിന്നാണെങ്കിലും ഒരു രാഷ്ട്രീയ വിഷയം ചോദിച്ചാൽ സുരേഷ് എന്താ പറയുക? സുരേഷ് പറയുന്നത് ഞാൻ വരുന്ന വീട്ടിൽ നിന്നാണെങ്കിൽ വീട്ടിലെ കാര്യം ചോദിക്കണമെന്നാണോ? സുരേഷ് കൃത്യമായ മറുപടി കൊടുക്കില്ലേ? സുരേഷ് നമുക്ക് എത്ര തവണ ബൈറ്റ് തന്നിട്ടുണ്ട്? സുരേഷ് ഇറങ്ങി വരുന്നത് ചന്തയിൽ നിന്നാണെങ്കിൽ ഞങ്ങൾ സുരേഷിനോട് ചാളയുടെ വിലയാണോ ചോദിക്കേണ്ടത്? സുരേഷ് ഗോപി ഇറങ്ങി വരുന്ന ഒരു കട ഉദ്ഘാടനം ചെയ്തിട്ടാണെങ്കിൽ ആ കടയിലെ സാരിയുടെ വിലയാണോ ചോദിക്കേണ്ടത്? സുരേഷ് ഗോപി ഒരു ചായക്കടയിൽ നിന്ന് വന്നാൽ പഴംപൊരിയെ കുറിച്ചാണോ ചോദിക്കേണ്ടത്? ശ്രീ അരുൺ, ചോദ്യം കഴിഞ്ഞോ ശ്രീ അരുൺ? അതെ കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ ഈ ബൈറ്റും അതിൻ്റെ അടുത്ത ദിവസം ശ്രീ ജോർജ് കുര്യൻ, ഇതുപോലുള്ളൊരു കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യൻ ഞങ്ങളുടെ 1980കളിൽ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന CC കുഞ്ഞൻ എന്ന് പറയുന്ന മുതിർന്ന 100 വയസ്സ് കഴിഞ്ഞ മനുഷ്യൻ്റെ വീട്ടിൽ പോയി. അവിടെ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് താങ്കളുടെ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അദ്ദേഹത്തിനോട് ചോദിച്ചു ഈ വിഷയം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കേന്ദ്രത്തിൽ ഫിഷറീസ് അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കുന്നത്, ന്യൂനപക്ഷവുമാണ്. ഞാൻ സാംസ്കാരിക വകുപ്പല്ല നോക്കുന്നത്. ഞാൻ അതുകൊണ്ട് കേരളത്തിലെ ഇതിനെക്കുറിച്ച് പറയുന്നില്ല എന്ന് പറഞ്ഞു. ഇതുപോലെ വേറൊരു അദ്ദേഹത്തിൻ്റെ ഒരു ബോഡി ലാംഗ്വേജും അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈലിലും അദ്ദേഹം പറഞ്ഞു, ഞാൻ അമ്മയുടെ ഓഫീസിൽ നിന്നാണ് വരുന്നതെങ്കിൽ, അമ്മയുടെ പ്രതിനിധിയായിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ എന്നോട് ഈ ചോദ്യം ചോദിക്കുന്നതിൽ സാങ്കത്യമുണ്ട്. ഞാൻ അങ്ങനെയല്ല വരുന്നത് എന്ന് മാത്രമേ അദ്ദേഹം ഉദ്ദേശിച്ചുള്ളൂ. സുരേഷ് ആദ്യം പറഞ്ഞു ജോർജ് കുര്യനെ നമ്മൾ ബഹുമാനിക്കുന്നതും ജോർജ് കുര്യൻ പറഞ്ഞതിനെ നമ്മൾ ഒരു വിമർശനത്തോട് കാണാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? അത് അദ്ദേഹം വസ്തുതയാണ് പറഞ്ഞത്. അതിനോട് അദ്ദേഹത്തിന് പ്രതികരിക്കാൻ കഴിയില്ല. അത് അദ്ദേഹം സിനിമാ മേഖലയിലുള്ള ഒരാളല്ല. പക്ഷേ താങ്കളുടെ MP, നമ്മളുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ള ആളാണ്. 3 സിനിമാ അഭിനയത്തിന് വേണ്ടി കരാർ വാങ്ങണോ എന്നത് പാർട്ടിയോട് ചോദിച്ചിരിക്കുന്നയാളാണ്. AMMയിലെ അംഗമാണ്. ആ അംഗത്തോട് നമ്മളൊരു ചോദ്യം ചോദിക്കണ്ടേ? ആ അംഗത്തോട് ചോദ്യം ചോദിക്കുമ്പോൾ ഇങ്ങനെയാണോ മറുപടി പറയുക? ഇനി മറുപടി പറയാതെ പോയോ സുരേഷ് ഗോപി? സുരേഷ് മറുപടി പറഞ്ഞു. ആ മറുപടി നിങ്ങൾക്കുള്ള മറുപടി കൂടാ. ആ മറുപടി എന്താ? കോടതി തീരുമാനിക്കട്ടെ എന്നാ. താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ അതിനെ? ശ്രീ അരുൺ, ഇവിടുത്തെ വിഷയം നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ വിഷയത്തെ ലഘൂകരിക്കരുത്. ഇവിടെ ഒരു മന്ത്രി എന്ന നിലയിൽ, ഭരണഘടനയിൽ തൊട്ട് അധികാരത്തിൽ വന്നൊരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞതെന്താ? ആരോപണമാണ് മുകേഷിനെതിരെയുള്ളത്, അത് കോടതി തീരുമാനിക്കട്ടെ. ഒരു മന്ത്രിക്ക് പറയാൻ പറ്റുന്ന വാക്കുകൾ അതാണ്. പക്ഷേ പാർട്ടിയുടെ അഭിപ്രായത്തിനെതിരായിട്ട് അദ്ദേഹം ഇതുവരെ ശബ്ദിച്ചിട്ടില്ല. പാർട്ടിയുടെ അഭിപ്രായം സുവ്യക്തമായി സംസ്ഥാന പ്രസിഡന്റ് പലയാവർത്തി കേരളത്തിൽ ബോധ്യപ്പെടുത്തിയതാണ്. കാരണം ഇതിൻ്റെ ധാർമ്മികതയാണ് വിഷയം. ആരോപണ വിധേയനായിരിക്കുന്നത് ഒരു MLA ആണ്, ഒരു CPM നേതാവാണ്.
ആരോപണ വിധേയനായിരിക്കുന്ന ആള് നാളെ കോടതിയുടെ ഉത്തരവ് വരുന്നതുവരെ കാത്തിരിക്കുകയല്ല വേണ്ടത്, രാജിവെച്ച് പോവുകയാണ് വേണ്ടത് എന്നുള്ളത് ധാർമ്മികതയുടെ ഭാഗമാണ്. ആ ധാർമ്മികതയുടെ ഭാഗമായിട്ട് മുമ്പ് കേന്ദ്രമന്ത്രിയായിരുന്ന MG അക്ബർ, BJPയുടെ MG അക്ബർ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി പോലും ഒരാരോപണം ഉയർന്നു വന്ന, വർഷങ്ങൾക്ക് മുമ്പേ വന്ന ഒരു ആരോപണം ഉയർന്നു വന്ന സമയത്ത് യാതൊരു വിധത്തിലുള്ള ചാഞ്ചല്യവുമില്ലാതെ രാജിവെച്ചു പോയ ഒരു പാരമ്പര്യമുള്ള പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. അതുകൊണ്ട് തന്നെ ശ്രീ സുരേഷ് ഗോപി ആരോപണമുണ്ടെന്നും കോടതിയാണ് അന്തിമമായിട്ട് തീരുമാനിക്കേണ്ടതെന്നും പറയുമ്പോൾ ഒരു മന്ത്രിയുടെ പരിമിതിയിൽ നിന്ന് അദ്ദേഹത്തിന് അത് മാത്രമേ പറയാൻ സാധിക്കൂ. പാർട്ടിയുടെ വ്യക്തമായിട്ടുള്ള സ്റ്റാൻഡ് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു. അത് മുകേഷ് MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ളതും അയാളെ പുറത്താക്കാൻ CPM തയ്യാറാകണം, പിണറായി വിജയൻ തയ്യാറാകണം എന്നുള്ളതുമാണ്. ഇതിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ഇത് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞതാണ്. സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള മുഴുവൻ പാർട്ടി പ്രവർത്തകരുടെയും. ശ്രീ അരുൺ, ശ്രീ സുരേഷ് ഗോപിയും ശ്രീ ജോർജ് കുര്യൻ ഇങ്ങനെ പറഞ്ഞില്ലല്ലോ എന്ന് താങ്കൾക്ക് വേണമെങ്കിൽ ചോദിക്കാം. അദ്ദേഹം പറഞ്ഞു അത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണെന്ന് പറഞ്ഞില്ല, ആരോപണമാണെന്ന് പറഞ്ഞില്ല. പക്ഷേ ഇത് രണ്ടും പറഞ്ഞത് സുരേഷ് ഗോപിയാ. നിങ്ങൾ പറയുന്നു ആരോപണമല്ല, രാജിവെക്കണം. സുരേഷ് ഗോപി പറയുന്നു കോടതി വിധി വരട്ടെ. ഇതിലേത് വിശ്വസിക്കണം കേരളം? താങ്കൾ പറയൂ. ശ്രീ ജോർജ് കുര്യൻ പറയാത്തതും ശ്രീ സുരേഷ് ഗോപി പറഞ്ഞതും ഈ രണ്ടും ഒരു മന്ത്രി എന്ന നിലയിലുള്ള പരിമിതിക്കകത്തു നിന്നാണ് അവർ പ്രതികരിച്ചിരിക്കുന്നത്. പക്ഷെ പാർട്ടി എന്ന നിലയിൽ ഈ പാർട്ടി പറയുന്നു ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുകേഷ് രാജിവെക്കണം എന്ന്. ആ നിലപാട് ജോർജ് കുര്യൻ്റെയും സുരേഷ് ഗോപിയുടെയും ഉൾപ്പെടെ നിലപാടാണ്, പാർട്ടിയുടെ നിലപാടാണ്, പാർട്ടിയുടെ MP-മാരുടെ നിലപാട്, മന്ത്രിമാരുടെ നിലപാട്. പറയാൻ സാധിക്കണമെന്നില്ല. ആരോപണ വിധേയനായ ഒരു സംസ്ഥാനത്തെ ഒരു MLA രാജിവെക്കണമെന്നൊരു കേന്ദ്രമന്ത്രിക്ക് പറയാൻ എന്താണ് സാങ്കേതികമായ ബുദ്ധിമുട്ട്? താങ്കളൊന്ന് വിശദീകരിക്കൂ സുരേഷ്. അല്ല, ഞാൻ പറയുന്നത് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് സുവ്യക്തമായിട്ടൊരു കാര്യം പറയുന്നു. എനിക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ലെന്നേ. എനിക്ക് BJPയുടെയോ കെ സുരേന്ദ്രന്റെയോ നിലപാടിനോട് എനിക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ല. താങ്കളുടെ അഭിപ്രായത്തോടും എനിക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ല. ഇത് താങ്കളുടെ ചോദ്യവും കോൺഗ്രസിന്റെ ചോദ്യവും ഭയന്ന് CPM-ന്റെ ഒരു പ്രതിനിധി നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല. അല്പസമയം മുമ്പ് അദ്ദേഹം ചർച്ചയിൽ പങ്കെടുക്കാമെന്ന് അറിയിച്ചു. സുരേഷ് ഗോപിയുടെ വിഷയമാണെങ്കിൽ മാത്രമേ ചർച്ചയിൽ പങ്കെടുക്കാവൂ. മുകേഷിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം പങ്കെടുക്കില്ല. ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾ ആദ്യഘട്ടത്തിൽ ചർച്ച ചെയ്ത് സുരേഷ് ഗോപിയുടെ പ്രതികരണത്തെക്കുറിച്ചാണ്. അദ്ദേഹം ഇരിക്കാമെന്ന് സമ്മതിച്ചു. പക്ഷേ മുകേഷിൻ്റെ വിഷയം ഉൾപ്പെടും, അത് പാർട്ടി ഒരു നിലപാടെടുക്കുന്നതിന് മുമ്പ് പ്രതികരണം അറിയിക്കാൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹം പോയി. ചർച്ചയിൽ CPM പ്രതിനിധിയില്ല. അതുകൂടി പ്രേക്ഷകർ അറിയണം. മുകേഷ് MLA രാജിവെക്കണമോ എന്ന ചോദ്യം ഞങ്ങൾ ആരോട് ചോദിക്കണം? സുരേഷ്, ഇതാണ് അവസ്ഥ. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ ചോദ്യത്തോടോ BJPയുടെ നിലപാടിനോടോ എനിക്കിപ്പോൾ അഭിപ്രായ വ്യത്യാസമില്ല. എനിക്കുള്ളത് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ സുരേഷ് ഗോപിയുടെ അഭിപ്രായത്തോട് മാത്രമാണ്. ആ അഭിപ്രായമാണ് ഞാൻ ചോദിക്കുന്നത്. ആരോപണമാണെന്നും കോടതി വിധി വരട്ടെ എന്നും സുരേഷ് ഗോപി പറഞ്ഞത് പരിമിതിക്കുള്ളിൽ നിന്നാണെന്ന് പറഞ്ഞത് എന്തർത്ഥത്തിലാണ്? അദ്ദേഹത്തിന് MLA-യുടെ രാജി ആവശ്യപ്പെടുന്നതിന് എന്ത് പരിമിതിയാണുള്ളത്? ശ്രീ അരുൺ, ഞങ്ങൾക്ക് CPM-നെ പോലെയുള്ള പ്രതിസന്ധിയില്ല. CPM-ന്റെ വരാമെന്നേറ്റ സഖാവിന് ഏതൊരു മടിയും കൂടാതെ വരാമായിരുന്നു. കാരണം CPM-ന്റെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് കൂടിയിട്ട് വേട്ടക്കാരനോടൊപ്പം നിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത് വന്ന് പറയാനുള്ള ആർജവമില്ലായ്മയാണ്, അത് പറയാനുള്ള ഒരു മാനസികമായി പറ്റാത്തത് കൊണ്ടാണ് CPM-കാർ വരാത്തത്. അവർക്ക് നിലപാടുണ്ടല്ലോ, സുവ്യക്തമല്ലേ അവരുടെ നിലപാട്. ഞങ്ങൾ വേട്ടക്കാരനോടൊപ്പമാണ്, ഇരയോടൊപ്പമല്ല എന്നുള്ളതാണ് അവരുടെ നിലപാട്. വേട്ടക്കാർക്കൊപ്പം ആരെല്ലാം എന്നാണ് ചോദ്യം. ഡോക്ടർ സോയ ജോസഫ് കോൺഗ്രസ് പ്രതിനിധി, അഡ്വക്കേറ്റ് സുരേഷ് BJP പ്രതിനിധി, പരാതിക്കാരിയായ ചലച്ചിത്ര പ്രവർത്തകയും നമുക്കൊപ്പമുണ്ട്. KS അരുൺകുമാർ നമ്മുടെ ചർച്ചയ്ക്കൊപ്പം ചേരാമെന്ന് സംബന്ധിച്ചിരുന്നതാണ്. പക്ഷേ മുകേഷിൻ്റെ വിഷയത്തിൽ പാർട്ടിയുടെ അന്തിമ തീരുമാനം വരുന്നതുവരെ, പാർട്ടി സെക്രട്ടറി പ്രതികരിക്കുന്നതുവരെ പ്രതികരിക്കേണ്ടതില്ല എന്നതാണ് പാർട്ടിയുടെ നിലപാട്. മറ്റൊരു ചാനലിലും മുകേഷിനെ കുറിച്ചുള്ള ചർച്ചയ്ക്ക് അതിഥികളെ വിട്ടു നൽകിയിട്ടില്ല എന്നാണ് AKG സെന്റർ അറിയിച്ചിരിക്കുന്നത്. ഡോക്ടർ സോയ ജോസഫ്, ഈ രാജിയുടെ ആവശ്യത്തിൽ കോൺഗ്രസിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. ഇന്നലെ വരെ രാജി അത് CPM തീരുമാനിക്കട്ടെ എന്നാണല്ലോ കോൺഗ്രസ് എടുത്ത നിലപാട്. ഇന്നിപ്പോൾ സമ്മർദ്ദം ശക്തമാകുന്ന ഘട്ടത്തിലാണോ കോൺഗ്രസ് രാജി ആവശ്യപ്പെട്ടിരിക്കുന്നത്? ഡോക്ടർ സോയ ജോസഫ്. ആദ്യം തന്നെ ഈ ചർച്ചയുടെ വളരെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്രനേരം ചർച്ച വളരെ ഏകപക്ഷീയമായി കൊണ്ടുപോയതിനോടുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ സംസാരിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്.
കോൺഗ്രസിനെ സംബന്ധിച്ച് അത്തരത്തിലുള്ള യാതൊരു സംശയവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള യാതൊരു കൺഫ്യൂഷനും ഇല്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഇന്ന് നിരന്തരമായി എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലേക്കും ജില്ലാ കളക്ടറേറ്റിലേക്കും വലിയ രീതിയിലുള്ള പ്രതിഷേധ കൂട്ടായ്മകൾ കോൺഗ്രസ് സംഘടിപ്പിച്ചു. അതിലെ ഏറ്റവും ആദ്യം മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യം എന്ന് പറയുന്നത് മുകേഷിനെ പോലെയുള്ള ഒരാൾ ജനപ്രതിനിധിയായി തുടരുന്നത്, നയരൂപീകരണ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്, ഇതൊക്കെ നിർത്തിവെക്കണം, അല്ലെങ്കിൽ ഇത്തരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കണമെന്നുള്ള ആവശ്യമാണ് ആദ്യം തന്നെ ഉന്നയിച്ചിട്ടുള്ളത്. അപ്പൊ അക്കാര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് യാതൊരു സംശയവുമില്ല. നിങ്ങൾ ഈ പറയുന്നത് പോലെ അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ ആദ്യം മുതൽ തന്നെ കാര്യങ്ങൾ വളരെ വ്യക്തമായിരുന്നു. കാരണം ഞങ്ങൾ ഒരു ഘട്ടത്തിലും ഈ പറയുന്ന ആരോടൊപ്പവും ചേർന്ന് നിൽക്കാനുള്ള യാതൊരു ശ്രമവും കോൺഗ്രസ് നടത്തിയിട്ടില്ല. അത് കൃത്യമായി BJP-യും CPM-ഉം ഇവിടെ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത്ര നേരവും താങ്കൾ ഈ ചർച്ച കൊണ്ടുപോയത് ആ ഒരൊറ്റ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ്. എന്നിട്ട് എനിക്ക് യഥാർത്ഥത്തിൽ ഈ ചർച്ച കണ്ടപ്പോൾ തന്നെ ഏറെ ബഹുമാന്യനായിട്ടുള്ള BJP-യുടെ നേതാവ് അഡ്വക്കേറ്റ് S. സുരേഷിനോട് വലിയ സഹതാപമാണ് തോന്നിയത്. കാരണം ഈ പറയുന്ന രീതിയിൽ യഥാർത്ഥത്തിൽ മാധ്യമപ്രവർത്തകരോ ജനങ്ങളോ അല്ല വെട്ടിലാകുന്നത്. ഇവരെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ഇത്രയേറെ പാടുപെടുന്ന BJP-യുടെ നേതൃത്വമാണ് സുരേഷ് ഗോപിയെ കൊണ്ട് വെട്ടിലാകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം പറഞ്ഞു വെക്കുന്ന അതേ വാദങ്ങൾ ആവർത്തിക്കേണ്ടി വരുന്നു. നേരത്തെ ചോദിച്ചതുപോലെ ഞാൻ എവിടെ നിന്നാണ് ഇറങ്ങി വരുന്നത്, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കണം എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അത് വീണ്ടും ശ്രീ S. സുരേഷിനെ പോലെയുള്ള ഒരാൾ ഇവിടെ വന്ന് ആവർത്തിക്കുന്നു എന്ന് പറയുന്നത് സത്യത്തിൽ നമുക്ക് വലിയ സഹതാപം തോന്നുന്ന കാര്യമാണ് എന്നുകൂടി പറഞ്ഞു വെക്കട്ടെ. അപ്പൊ ഇത്രയേറെ ഗൗരവകരമായ ഒരു ചർച്ച നടക്കുമ്പോൾ ഇപ്പൊ തീർച്ചയായും സുരേഷ് ഗോപി പറഞ്ഞു വെച്ചതിനെ ന്യായീകരിക്കുന്നത് BJP-കാർ മാത്രമല്ല. ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. മുൻ MLA ആയിട്ടുള്ള കാരാട്ട് റസാഖ്, CPM-ന്റെ മുൻ MLA ആയിട്ടുള്ള കാരാട്ട് റസാഖ് പറഞ്ഞു വെച്ചത് നമ്മൾ കണ്ടതാണ്. അത് വലിയ സുരേഷ് ഗോപിക്ക് സല്യൂട്ട് അടിക്കേണ്ട കാര്യമാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. അപ്പൊ ഇത്തരത്തിൽ സുരേഷ് ഗോപിക്ക് സല്യൂട്ട് അടിക്കുകയും തിരിച്ച് മുകേഷിനെ സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരേ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. അപ്പൊ കോൺഗ്രസിന്റെ ആത്മാർത്ഥത അളക്കാനോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഉത്തരവാദിത്വം പരിശോധിക്കാനോ യഥാർത്ഥത്തിൽ ഇവിടെ സമയം കണ്ടെത്തേണ്ട കാര്യമില്ല. ഞങ്ങളെ സംബന്ധിച്ചത് ആരാണെങ്കിലും കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. ഇന്ന് പോലും കോൺഗ്രസിന്റെ നിയമവിഭാഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാൾ, അദ്ദേഹത്തിനെതിരെ ആരോപണം വന്നു, അദ്ദേഹത്തിനെതിരെ FIR ഇട്ടിരിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ച് യാതൊരു കൺഫ്യൂഷനും ഇല്ല. അദ്ദേഹത്തെ പുറത്താകലെങ്കിൽ അദ്ദേഹത്തോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകുകയും അത് ഉടനടി നടപ്പിലാക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ കോൺഗ്രസിനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മളോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അവരൊക്കെ സംരക്ഷിക്കപ്പെടണം എന്നുള്ള യാതൊരു ധാരണയും ഞങ്ങളെ സംബന്ധിച്ചില്ല. ഇത് വളരെ കൃത്യമായി ഗുരുതരമായിട്ടുള്ള വീഴ്ച, ഗുരുതരമായിട്ടുള്ള ക്രൈമുമായിട്ടാണ് ഈ കാര്യങ്ങൾ മുകേഷ് MLA രാജിവെക്കണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നതിന്റെ കാരണം ലളിതമായി ഒന്ന് വിവരിക്കാമോ? മുകേഷ് MLA എന്തുകൊണ്ട് രാജിവെക്കണം? എന്താണ് നിങ്ങളുടെ ആവശ്യം? അല്ല, നിങ്ങളിപ്പോൾ തിരിച്ചു പറയാൻ കോൺഗ്രസിന്റെ MLA-മാർക്കും എതിരെ ആരോപണങ്ങൾ ഉണ്ടല്ലോ. ഇതൊക്കെ നിങ്ങൾ നിരന്തരമായി തിരിച്ചു പറയുന്ന കാര്യങ്ങളാണ്. മുകേഷുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന കാര്യങ്ങളെ കുറെ കൂടെ ഇത് സീരീസ് ഓഫ് ക്രൈംസ് ആണ്. ഇത് ഏതെങ്കിലും ഒരു വ്യക്തി കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള അലിഗേഷനോ അതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിൽക്കുന്ന കാര്യമല്ല. ഇത് നിരന്തരമായ ആളുകൾ ഒരു ജനപ്രതിനിധിയായിരിക്കുക, പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെയുള്ള അതീവ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന സമയം, അതിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് ചർച്ച ചെയ്യുന്ന സമയം അദ്ദേഹത്തിനെതിരെ നേരത്തെ പറഞ്ഞതുപോലെ ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ പുറത്തു വന്നിട്ട് നാളുകൾ അല്ലെങ്കിൽ വിഷയങ്ങൾ പുറത്തു എന്നാണ് താങ്കൾ സൂചിപ്പിച്ചത്. ഈ ഒരു ക്രൈം എന്ന വിൻസെന്റിനും എൽദോസ് കുന്നപ്പള്ളിക്കുമുള്ള ഈ രണ്ട് ക്രൈമുകളും ഏത് സ്വഭാവത്തിലുള്ള ക്രൈമാണ്? അതിൽ നിന്ന് എങ്ങനെയാണ് മുകേഷിന്റെ ക്രൈം വ്യത്യസ്തമാവുന്നത്? അല്ല, ഞാൻ പറഞ്ഞില്ല, അത്തരം സ്വഭാവങ്ങളെ അല്ലെങ്കിൽ പാർട്ടി ഒരു തരത്തിലും അതിനെ പിന്തുണയ്ക്കുകയോ പാർട്ടി ഒരു തരത്തിലും അതിനുവേണ്ടി സംരക്ഷിക്കാനുള്ള കവചം ഒരുക്കുകയോ ഒരു ഘട്ടത്തിലും ചെയ്തിട്ടില്ല. അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുമില്ല. പക്ഷെ നാം കുറെ കൂടെ ഞാൻ അതിന്റെ നമ്പറിന്റെ എണ്ണത്തിൽ മാത്രമല്ല ഈ പറയുന്നത് പോലെ ഈ നയരൂപീകരണ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടൊക്കെ എത്ര നിരുത്തരവാദപരമായിട്ടുള്ള ഒരു സമീപനമാണ് പറഞ്ഞു വെക്കുന്നത്. മറുപടി പറയാൻ കഴിയും. പക്ഷേ എൽദോസ് കുന്നപ്പള്ളിയും വിൻസെന്റും ഈ പ്രതിചേർക്കപ്പെട്ടിരിക്കുന്ന അതേ വകുപ്പുകൾ തന്നെയല്ലേ ഇവിടെ മുകേഷിനും ബാധകമാകുന്നത്? വകുപ്പുകളിൽ വ്യത്യാസമില്ലല്ലോ. വകുപ്പുകളിൽ ഞാൻ പറയുന്നില്ല അത്തരത്തിൽ വകുപ്പുകൾ വ്യത്യാസം അവര് ചെയ്തത് നല്ല കാര്യമാണെന്നോ അല്ലെങ്കിൽ അവരെ ന്യായീകരിക്കാനോ ഞാൻ ഈ അവസരം എടുക്കുന്നില്ല. പക്ഷേ
അല്ല, ഈ പറയുന്നത് പോലെ ഈ സീരീസ് ഓഫ് ക്രൈംസ് എന്നുള്ളതിന് പ്രാധാന്യമില്ല. ഇത് നിരന്തരമായ ഒരു അലിഗേഷൻ ആണ്. അപ്പൊ ഒരു crime ചെയ്താൽ കുഴപ്പമില്ല. ഒന്നിൽ കൂടുതൽ crime ചെയ്താൽ രാജിവെച്ചാൽ മതി എന്നുള്ളതാണോ കോൺഗ്രസിന്റെ നയം? അല്ല, എൽദോസ് കുന്നപ്പള്ളിക്ക് അല്ല ഒരു ക്രൈമിന്റെ എന്നല്ല, ഒരു പീഡനത്തിന് കുഴപ്പമില്ല. ഒന്നിലധികം പീഡനങ്ങൾ ഉണ്ടെങ്കിൽ രാജിവെക്കണം. അതാണോ കോൺഗ്രസിന്റെ നയം? ഒരു പീഡനം കുഴപ്പമില്ല, ഒന്നിലധികം പീഡനം കുഴപ്പമില്ല. അത്തരത്തിലല്ല പറഞ്ഞു വെക്കുന്നത്. അത്തരത്തിലല്ല പറഞ്ഞു വെക്കുന്നത്. വളരെ കൃത്യമായി കോടതി മുൻകൂർ ജാമ്യം ഉൾപ്പെടെയുള്ളത് നൽകിയിട്ടുണ്ട്. കോടതി മുൻകൂർ ജാമ്യം നൽകുമ്പോൾ മറ്റൊരാളെ ഈ പറയുന്ന അല്ല, അക്യൂസ്ഡ് ആയിട്ടുള്ള ആളുകളെ കൂടെ കേൾക്കണം എന്നുള്ള ധാരണയുണ്ട്. അപ്പൊ ഈ ഇതിനകത്ത് മുകേഷിന്റെ ബാധകമല്ലേ? നിങ്ങളും മുകേഷിന്റെ കാര്യത്തിൽ അക്യൂസ്ഡ് സ്റ്റാറ്റസ് മുകേഷിന് ബാധകമല്ലേ? അക്യൂസ്ഡ് എന്ന സ്റ്റാറ്റസ് മുകേഷിന് ബാധകമല്ലേ സോയ ജോസഫ്? അല്ല, അത്തരത്തിലുള്ള വാദങ്ങൾ ഉണ്ടായിക്കോട്ടെ, അത്തരത്തിലുള്ള വാദങ്ങൾ ഉണ്ടാകട്ടെ. നിങ്ങളുടെ വാദം എന്താ? അത് പറയൂ. നിങ്ങളുടെ കോൺഗ്രസിന്റെ വാദം എന്താ? ഒരു പീഡനം നടത്തിയാൽ രാജിവെക്കണ്ട, ഒന്നിലധികം പീഡനങ്ങൾ നടന്നാൽ രാജിവെക്കണം. ഇതാണോ കോൺഗ്രസിന്റെ നയം? ഒരു സാഹചര്യമല്ലല്ലോ ഡോക്ടർ സോയ ജോസഫ്, അങ്ങൊന്ന് വ്യക്തമാക്കൂ. ഒരു പീഡനമാണെങ്കിൽ രാജിവെക്കണ്ട, ഒന്നിലധികം പീഡനമാണെങ്കിൽ രാജിവെക്കണം. ഇതാണോ കോൺഗ്രസിന്റെ നയം? അല്ല, നിങ്ങൾ ഒരു നിരന്തരമായ ഒരു തരത്തിലുള്ള അലിഗേഷൻ ഉള്ള ഒരാൾ, ഇപ്പൊ നിരന്തരമായ കുറ്റകൃത്യങ്ങൾ നടത്തുന്ന ഒരാളും, അല്ലെങ്കിൽ ഞാൻ ആ കുറ്റകൃത്യം നടന്നില്ലേ എന്നുള്ളതിന്റെ കണക്കല്ല പറയുന്നത്. നിരന്തരമായ കുറ്റകൃത്യങ്ങൾ ഒരാൾക്കെതിരെ പറഞ്ഞു വെക്കുന്നതിൽ യാതൊരു, അല്ലെങ്കിൽ അയാളെ ഇത്തരത്തിൽ സമീകരിക്കപ്പെടേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ അത്തരത്തിലൊരു സമീകരണത്തിന്റെ വാദത്തിന്റെ പ്രസക്തി എന്താണ്? ഇവിടെ വളരെ കൃത്യമായിട്ടുള്ള ഗൗരവകരമായിട്ടുള്ള ചർച്ചകൾ നടക്കുമ്പോൾ ഇത്തരത്തിൽ ആരോപണം വരുന്നത് MLA ആയതിനു ശേഷമാണോ മുൻപാണോ? അല്ല, MLA ആയതിനു ശേഷമാണ്. ഞാൻ അത്തരത്തിലുള്ള സമീകരിക്കാനുള്ള ശ്രമങ്ങൾ, പക്ഷേ MLA സമീകരിക്കാനുള്ള ശ്രമങ്ങളിലേക്ക് ടെക്നിക്കാലിറ്റിക്ക് അപ്പുറത്തേക്ക് നിങ്ങൾ മാതൃകാപരമായി ചെയ്യേണ്ടത്, പീഡനം അതാരു ചെയ്താലും ആ ആരോപണം ഉണ്ടാവുന്ന നിമിഷം ആ MLA രാജിവെച്ച് നിങ്ങൾ തെളിയിച്ചിരുന്നെങ്കിൽ മുകേഷിന് രാജി ഇന്നിപ്പോൾ ലഭിക്കുമായിരുന്നു. നിങ്ങൾക്ക് എന്ത് ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട് സോയ? അല്ല, ഞാൻ ഒരൊറ്റ കാര്യം പറയട്ടെ. ആരാണ് ഈ റിപ്പോർട്ടിന് വേണ്ടി ഇപ്പൊ നിരന്തരം ഈ ചാനൽ ചർച്ച തുടങ്ങുന്നതിന് മുൻപ്, അല്ലെങ്കിൽ നിരന്തരമായി ഇപ്പൊ കുറെ ദിവസങ്ങളായല്ലോ ചാനലുകളിൽ ചർച്ച ചെയ്യപ്പെടുന്നു, നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ ഇത് വലിയ ഇടതുപക്ഷത്തിന്റെ വിജയമാണെന്നും ഇടതുപക്ഷം കൊണ്ടുവന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണെന്നും ഞങ്ങൾ ഇതിനുവേണ്ടി നിരന്തരമായി പ്രവർത്തിച്ചിരുന്ന ആളുകളാണെങ്കിലും എന്താണ് ഇതിന്റെ പർപ്പസ്? സർക്കാർ പറഞ്ഞിരുന്ന ഇതിന്റെ പർപ്പസ് എന്താണ്? ഇത്ര വലിയ ഒരു കോളിളക്കം സൃഷ്ടിച്ച, അല്ലെങ്കിൽ ഇത് രാജ്യവും ലോകവും ഒക്കെ ചർച്ച ചെയ്യുന്ന തരത്തിലേക്ക് മാറിയിട്ടുള്ള ഒരു കാര്യം, ഇതിന്റെ പർപ്പസ് എന്തായിരുന്നു? ഈ സർക്കാർ വലിയ ധാർമ്മികതയെ പറ്റി പറയുന്നുണ്ടല്ലോ, സർക്കാർ ഞങ്ങൾ വലിയ സ്ത്രീപക്ഷവാദമാണെന്ന് പറഞ്ഞു നോക്കിയിട്ടല്ലോ, ആരിതിൽ കുറ്റക്കാരാണെങ്കിലും അണുവീണ തെറ്റാതെ ഞങ്ങൾ ഇതിനു വേണ്ടി നയമെടുക്കുന്നു എന്ന് പറഞ്ഞിരുന്നുവല്ലോ. പക്ഷെ ഇത്തരത്തിലൊരു ആരോപണം വരുമ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രതികരണങ്ങളെ മാത്രം നിങ്ങളൊന്ന് വീക്ഷിച്ചാൽ മതി. അതെത്രത്തോളം നിരുത്തരവാദപരമാണ്. ഇതിന്റെ വലിയ സ്വകാര്യത പറഞ്ഞുകൊണ്ടായിരുന്നല്ലോ ഇത്ര നാളും ഇത് പുറത്തുവിടില്ല, ഞങ്ങൾ ഇത് പുറത്തുവിടില്ല. മുകേഷ് എന്ന് മുട്ട ന്യായങ്ങളും ഇതെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. മാത്രമല്ല സജി ചെറിയൻ എന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ പ്രതികരണവും നമ്മളെ നിരാശപ്പെടുത്തി. അക്കാര്യത്തിൽ ഒരു സംശയമില്ല, അതൊക്കെ പ്രതികരണം തരണം. പക്ഷെ ഞാൻ ചോദിച്ച ചോദ്യം, സ്ത്രീപീഡന പരാതി ആർക്കെതിരെ വന്നാലും അതിൽ പൊതുവെ സ്വീകരിക്കേണ്ട ഒരു നിലപാടുണ്ട്. അതിൽ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ സ്വീകരിക്കേണ്ട നിലപാടുണ്ട്. അത് കോൺഗ്രസ് ചെയ്യാതെ പോയെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. പക്ഷെ അതിനർത്ഥം മുകേഷ് രാജിവെക്കേണ്ട എന്നല്ല. അത് ഇടതുപക്ഷത്തിന്റെ കോൺഗ്രസിന്റെ അതേ നിലപാട് ഇടതുപക്ഷത്തിനുണ്ടാവാൻ പാടില്ലല്ലോ. എങ്കിൽ രണ്ട് തമ്മിൽ വ്യത്യാസം ഉണ്ടാവുന്നില്ലല്ലോ. സോയ വളരെ കറക്റ്റാണ് സോയ പറഞ്ഞത്. ഞാൻ സോയയിലേക്ക് തിരിച്ചു വരാം. പരാതിക്കാരി നമുക്കൊപ്പമുണ്ട്. ഞാൻ പരാതിക്കാരി എന്ന് തന്നെ വിളിക്കാം, കാരണം പേര് വിളിക്കാൻ കഴിയില്ല. താങ്കളുടെ എനിക്ക് രണ്ട് സംശയങ്ങൾ മാത്രമാണുള്ളത്. ഞാൻ അതുകൊണ്ടാണ് താങ്കളെ ഇന്ന് ചർച്ചയിലേക്ക് ക്ഷണിച്ചത്. താങ്കൾക്കൊരു ഡോക്ടറേറ്റ് ഉണ്ടെന്ന് താങ്കൾ പറയുന്നു, ശരിയാണോ? അതെ. ആ ഡോക്ടറേറ്റ് ആര് തന്നതാണ്? ഗുഡ്വിൽ യൂണിവേഴ്സിറ്റി USA. അതിവിടുത്തെ ISRO ചെയർമാനാണ് സമ്മാനിച്ചത്. കേരളത്തിൽ വെച്ചായിരുന്നു ഫംഗ്ഷൻ. O. മാധവൻ സാർ. O. മാധവനോ? സോഷ്യൽ വർക്കിന് ഓണററി ഡോക്ടറേറ്റ് ആണ്, കാശ് കൊടുത്ത് മേടിച്ചതല്ല കേട്ടോ. എൻ്റെ സാമൂഹ്യ പ്രവർത്തനത്തിന് അവരിങ്ങോട്ട് ഓണററി ആയിട്ട് തന്നതാണ്. ഗുഡ്വിൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന അമേരിക്കയിലെ സർവകലാശാല വേറെന്താണ് സംശയം? താങ്കളുടെ സേവന പ്രവർത്തനങ്ങളെ മാനിച്ച് നൽകിയ ഡോക്ടറേറ്റ് ആണോ? അതെ 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 അതെ. അത് തന്നത് നമ്മുടെ ISRO ചെയർമാനാണ്, നമ്മുടെ മാധവൻ സാറാണ് അത് സമ്മാനിച്ചത്. കേരളത്തിൽ വെച്ചിട്ടായിരുന്നു ആ ചടങ്ങ്. ഗുഡ്വിൽ സർവകലാശാലയുടെ യൂണിവേഴ്സിറ്റിയുടെ ആൾക്കാരും കേരളത്തിൽ വെച്ച് മാധവൻ സാർ സമ്മാനിക്കുന്നത്
അതിനെക്കുറിച്ച് നമുക്ക് അന്വേഷിക്കാം. എനിക്കറിയില്ല. ഞാൻ അമേരിക്കൻ സർവകലാശാലയുടെ ഒരുപാട് ആളുകൾക്ക് അമേരിക്കൻ സർവകലാശാലയുടെ ഡോക്ടറേറ്റ് മാധവൻ സാർ എങ്ങനെയാ കേരളത്തിൽ വെച്ച് സമ്മാനിക്കുക? അത് PhD സർവകലാശാല അല്ല, അത് ഓണററി. ഒരു സെക്കൻഡ് അരുൺ സർ, അത് PhD പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡോക്ടറേറ്റ് അല്ല. ഇത്തരം ആളുകൾക്ക്, അതായത് ഒരു പ്രത്യേക മേഖലകളിൽ ഏതെങ്കിലും വിശേഷപ്പെട്ട വ്യക്തികൾക്ക് ഓണററി ആയിട്ട് അവരുടെ സർവീസിന് കൊടുക്കുന്ന ഡോക്ടറേറ്റ് ആണ്. അതൊരു സർട്ടിഫിക്കറ്റ് പോലെ നമുക്ക് ഡോക്ടർ എന്ന് വെക്കാം, വെക്കാം. അല്ലാതെ MBBS ഡോക്ടർ എന്ന് പറഞ്ഞ് അതിനെ മിസ്യൂസ് ചെയ്തുകൂടാന്ന് മാത്രമേ മാധവൻ സാർ ആ സർവകലാശാല പഠിപ്പിക്കുന്നില്ലല്ലോ. ആ സർവകലാശാലയുടെ ഡയറക്ടർ ബോർഡിൽ മാധവൻ സാർ ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാണ് മാധവൻ സാർ അമേരിക്കൻ സർവകലാശാലയുടെ PhD താങ്കൾക്ക് തരിക? എനിക്കൊരു PhDയും കിട്ടിയിട്ടില്ല. എനിക്ക് 1-2 സർവകലാശാല എന്ന് പറയുന്നത് ഇതെല്ലാം സർവകലാശാല അല്ല സാർ. അതാണ് നിങ്ങൾക്ക് വ്യത്യാസം. ഇത് അതിന്റെ അണ്ടറിൽ വരുന്നത്, അതായത് ഇതൊരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇത്തരം മേഖലകളിൽ സോഷ്യൽ സർവീസ് അങ്ങനെ നിൽക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സർവകലാശാല നടത്തുന്ന PhD ഡോക്ടറേറ്റ് അല്ല. ഇതെല്ലാ കാലത്തും എല്ലായ്പ്പോഴും എല്ലാവർക്കും കൊടുക്കുന്ന ഒരു സാധനമാണ്. അത് വെച്ചിട്ട് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള മിസ്യൂസിങ്, അതായത് ഡോക്ടറാണെന്ന വ്യാജേന നമ്മൾ ഏതെങ്കിലും തെറ്റുകൾ ചെയ്താൽ മാത്രമേ പ്രശ്നമുള്ളൂ. അല്ലാതെ നമ്മുടെ പേരിന് മുമ്പിൽ ആ ഡോക്ടർ വയ്ക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. എനിക്ക് തോന്നുന്നു ഡോക്ടർ അരുണ് എനിക്കും അങ്ങനെയാണ് ലഭിച്ചത്. കേരള സർവകലാശാലയിൽ ഒരു പ്രബന്ധം എഴുതി 11 വർഷക്കാലം ഗവേഷണം നടത്തി കിട്ടിയ PhD ആണ്. ഓക്കെ സോറി, അതെന്റെ അറിവില്ലായ്മയായിരിക്കും. ശരി താങ്ക് യു. ഓക്കെ ഞാൻ അങ്ങനെ പഠിച്ചല്ല. ഞാൻ അതിന്റെ സർവകലാശാലയിലെ പ്രബന്ധത്തിന്റെ കോപ്പിയും എന്റെ ആർട്ടിക്കിളുകളും UGCയുടെ അംഗീകൃത ജേർണലുകളിലുമുണ്ട്. ഓക്കെ നോ പ്രോബ്ലം, കുഴപ്പമില്ല. എനിക്ക് തോന്നി എപ്പോഴും ഞാനിങ്ങനെ കേട്ടതുമല്ല, എനിക്ക് കൂടുതൽ അങ്ങയെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. നേരത്തെ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങയെ പരിചയപ്പെട്ടിട്ടുണ്ട്. ആ സമയത്ത് അരുൺകുമാർ ആയിരുന്നു. പിന്നെ താങ്കളുടെ ഡോക്ടറേറ്റ് വ്യാജമാണ്, ശരിയല്ലേ? അത് ഇപ്പൊ നിങ്ങൾ തെളിയിക്കൂ, എനിക്കറിയില്ല. ഞാൻ അതിന്റെ പുറകെ പോയിട്ടില്ല. അല്ല, ഗുഡ്വിൽ സർവകലാശാല എന്ന് താങ്കൾ പറഞ്ഞു, പക്ഷേ അത് സർവകലാശാല അല്ലാതെ താങ്കൾ തന്നെ പറഞ്ഞു. കമ്മീഷനെ വെക്കാം. പ്രൈവറ്റ് ഏജൻസിയുടെ PhD ആണെന്ന് പറഞ്ഞു. അങ്ങനെയല്ല, പ്രൈവറ്റ് ഏജൻസിയുടെ ഡോക്ടറേറ്റ് ആണെന്ന് പറഞ്ഞു. അതായത് ഗുഡ്വിൽ യൂണിവേഴ്സിറ്റി. ഞാനൊരു കാര്യം ചെയ്യാം. ഇത്തരം ആളുകളെ നമ്മളെ ഡോക്ടറേറ്റ് നൽകി ആദരിച്ച ആളുകളുടെ ഡീറ്റെയിൽ നിങ്ങൾക്ക് തരാം. നിങ്ങൾ നേരത്തെ ഏതെങ്കിലും ഒരു ഹിന്റ് തന്നെങ്കിൽ ഞാൻ ആ നമ്പറെല്ലാം എടുത്തിട്ട് വന്നേനെ. നിങ്ങൾക്ക് നേരിട്ട് തന്നെ തരാം. നിങ്ങൾക്ക് തന്നെ വിളിച്ച് അന്വേഷിക്കാം ഏത് തരത്തിൽ അവർ അംഗീകൃതം ഉണ്ടോ, അല്ലെങ്കിൽ ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന്. ഞാൻ അന്വേഷിച്ചപ്പം ഡോക്ടറേറ്റ് എന്ന് പറയുന്ന PhD ഡോക്ടറേറ്റ് എന്നുള്ള ഒരു സെക്കൻഡ് അരുൺ, താങ്കൾ അമേരിക്കയിൽ പോയതിനു ശേഷമാണോ ഡോക്ടറേറ്റ് കിട്ടിയത്? ഞാൻ അമേരിക്ക കണ്ടിട്ടുകൂടിയില്ല. അതായത് ഞാൻ ഒന്ന് പറയട്ടെ അരുൺ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് നിങ്ങൾ എന്നെ വലിച്ചിടരുത്. ഇതിപ്പം ഇതിനേക്കാൾ പ്രധാനപ്പെട്ട വിഷയമാണ്. പക്ഷേ അതിലേക്കൊന്നും പോയില്ല. താങ്കൾക്കെതിരെ താങ്കളുടെ PhD എന്ന് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞാൻ ചോദിച്ചൊരു ചോദ്യമാണ്. അതവിടെ നിന്നോട്ടെ. ഒരു സെക്കൻഡ്, അത് നോക്കൂ, താങ്കളുടെ PhD വ്യാജമാണ് എന്നുള്ളത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്ക് മനസ്സിലായി. അതുകൊണ്ട് താങ്കൾ ഉന്നയിച്ച ആരോപണം റദ്ദാക്കപ്പെടുന്നില്ല. ഇനി എന്റെ ചോദ്യം, അത് വ്യാജമാണെന്നുള്ള കാര്യത്തിൽ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ബോധ്യമാണ്. നമുക്ക് അതിനെക്കുറിച്ച് ചർച്ചയുടെ ആവശ്യമില്ല. കാരണം അങ്ങനൊരു യൂണിവേഴ്സിറ്റി താങ്കൾക്ക് കേരളത്തിൽ വെച്ച് പുരസ്കാരം നൽകുക എന്നുള്ളത് ഒരു വലിയ തമാശയാണ്. ദയവ് ചെയ്ത് താങ്കളുടെ പേരിന് മുൻപിൽ നിന്ന് അതെടുത്ത് മാറ്റുന്നതാണ് നല്ലത്. അത് താങ്കളുടെ ഇഷ്ടം. ഒരു കാര്യം അതവിടെ നിൽക്കട്ടെ. ഇനി താങ്കളുടെ ആരോപണത്തിലേക്ക് എത്തിയാൽ, താങ്കളുടെ ആരോപണം അംഗീകരിക്കുന്ന ഒരു ശരി, താങ്കളുടെ ആരോപണം ഇതേപോലെ വ്യാജമല്ല എന്ന് ഉറപ്പാണോ? പറയൂ. അതിപ്പോൾ നാളത്തോടു കൂടി ഒരു തീരുമാനത്തിലാവും. നാളെ ഒരു 11:30 കൃത്യമായിട്ട് ആളുടെ പേരും കാര്യങ്ങളും ഉണ്ടാവും. അന്വേഷണ കമ്മീഷന് മുമ്പാകെ ഇന്ന് മൊഴി കൊടുത്തിട്ടുണ്ട്. 5 അംഗ സംഘം, 2 വനിതാ ഉദ്യോഗസ്ഥരടങ്ങുന്ന നമ്മുടെ പ്രത്യേക ഇൻവെസ്റ്റിഗേഷൻ ടീമിലുള്ള ആളുകൾ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പം വ്യാജമാണോ? ഞാൻ ആക്ച്വലി ഇതിൻ്റെ പ്രശ്നങ്ങൾ ആളുകളുടെ മുമ്പിൽ എത്തിക്കാൻ വേണ്ടി വന്നതാണ്. ഞാനൊരു വ്യാജ പീഡന പരാതിയായിട്ട് വന്ന ഒരാളല്ല. സംസാര മധ്യേ നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടോ എന്ന് ചോദിച്ചപ്പം 2013 എനിക്ക് ഞാൻ എൻ്റെ കരിയറിൻ്റെ തുടക്കത്തിൽ ഒരു നടനിൽ നിന്ന് അങ്ങനെ ഒരു അനുഭവം വന്നിട്ടുണ്ട് എന്ന് ചാനലിൻ്റെ മുമ്പിൽ പറഞ്ഞപ്പോൾ അത് തെളിയിക്കേണ്ട ഒരു ബാധ്യത എനിക്ക് വന്നു. നിങ്ങൾ ഈ പറയുന്ന പോലെ വ്യാജമാണെങ്കിൽ എനിക്ക് തെളിയിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ
പബ്ലിക്കിന് വേണ്ടി അല്ലെങ്കിൽ എന്നെപ്പോലെ വരുന്ന പെൺകുട്ടികൾ അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ എത്തിക്കാൻ വന്ന ഞാൻ ഇപ്പോൾ പീഡനക്കാരിയായി മുഖം മറച്ച് പരാതിക്കാരിയാക്കി മാറ്റി. അത് എനിക്ക് നല്ലത് തന്നെയാണ്. കാരണം അത് ഞാൻ ഈ പീഡന പരാതി ആരോപിച്ച് വന്ന ഒരാളല്ല, ഞാൻ സംസാരിക്കാൻ വന്ന ഒരാളാണ്. അപ്പോൾ സംസാരം മധ്യേ എനിക്കുണ്ടായ ഇൻസിഡന്റ് പറഞ്ഞപ്പോൾ അത് സ്വമേധയാ നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ പ്രൂവ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. പിന്നെ വീട്ടിലുള്ളവരുടെ ഒരു സമ്മർദ്ദമുള്ളതുകൊണ്ട് പേര് പറഞ്ഞിട്ടില്ല. എന്റെ കേൾക്കുന്നുണ്ടോ അതോ രണ്ടുപേരും സംസാരിച്ച് ആർക്കും കേൾക്കില്ല? ഒരു സെക്കൻഡ് സാറേ, പറഞ്ഞു തീർത്തോട്ടെ. അതായത് എൻ്റെ 2 കുട്ടികളടക്കം അവർ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ അമ്മ പോരാടുന്നത് അമ്മയ്ക്ക് വേണ്ടിയിട്ടല്ല, ഇവിടുത്തെ പെൺകുട്ടികളുടെ മാനത്തിന് വേണ്ടിയിട്ടാണെന്ന് എൻ്റെ കുട്ടികൾക്ക് മനസ്സിലായത്. ചർച്ചയിൽ പങ്കുചേർന്നതിന് അഡ്വക്കേറ്റ് സുരേഷ്, ഡോക്ടർ സോയ ജോസഫ്, അരുൺകുമാർ ചർച്ചയിൽ പങ്കെടുക്കാമെന്ന് അറിയിച്ചു, പക്ഷേ പങ്കെടുക്കാൻ സാധിക്കാതെ പോയി. Debate with Arun Kumar.